ഹായ് എവ്രി വൺ. 10th കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചൂസ് ചെയ്യണം, ഏത് സ്ട്രീം ചൂസ് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സയൻസ് സ്ട്രീമിനെ കുറിച്ചാണ്. എന്താണ് ഈ സയൻസ് സ്ട്രീമിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ആരൊക്കെയാണ് ഈ ഒരു സയൻസ് സ്ട്രീം ചൂസ് ചെയ്യേണ്ടത്? ആക്ച്വലി വാട്ട് ഇസ് സയൻസ്? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സയൻസിൽ എന്തൊക്കെയാ ഉണ്ടാവുക? എക്സ്പെരിമെന്റ്സ്, ഡിസ്കവറീസ് ആൻഡ് ഹൗ തിങ്സ് വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സയൻസിന്റെ അകത്ത് വരുന്നത്. നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ, വൈ എന്ന് ചോദിക്കാനുള്ളൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ സയൻസ് നല്ലൊരു ഓപ്ഷനാണ്. സയൻസിൽ മെയിൻ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്. ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോവാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് MBBS, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബയോളജി എടുക്കണം. ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മാത്സ് ചൂസ് ചെയ്യാം. ആൻഡ് ആർക്കൊക്കെ ഈ ഒരു സയൻസ് സ്ട്രീം ചൂസ് ചെയ്യാം? ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര്, എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നവര്, റിസർച്ച് ആൻഡ് ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവര്, ആൻഡ് ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കുക, ഹാർഡ് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡാണ് സയൻസ് സ്ട്രീം. സയൻസ് കുറച്ച് ടഫാണ്, ബട്ട് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഏത് മേഖലയിലേക്കും പോവാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സയൻസ് സ്ട്രീം ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ പാഷൻ പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് അത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വരാം. കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് MBBS ആൻഡ് ഫാർമസി, എഞ്ചിനീയറിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, അങ്ങനെ റിസർച്ച് ഫീൽഡ്, അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വൺ തിങ് എപ്പോഴും ഓർമ്മയിൽ വെക്കുക, ട്രെൻഡ് ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഫുൾ A+ കിട്ടിയാൽ നേരെ സയൻസിലേക്ക്. സയൻസ് ആണ് ബെസ്റ്റ്. അങ്ങനെ കേട്ടുകൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾ സയൻസ് സ്ട്രീം എടുക്കരുത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യാം. ചൂസ് വൈസ്ലി. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, കൺഫ്യൂസ്ഡ് ആണ്, ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് മീ. ആൻഡ് മൈ നെയിം ഇസ് നീപം പ്രവീൺ, ആൻഡ് ഇന്റർനാഷണൽ സർട്ടിഫൈഡ് കരിയർ കോച്ച് ആൻഡ് ഗവൺമെന്റ് സർട്ടിഫൈഡ് ട്രെയിനർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കൊമേഴ്സ് സ്ട്രീം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സയൻസ് സ്ട്രീം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ലാബ് ഉണ്ടാവും, എക്സ്പെരിമെന്റ്സ് ഉണ്ടാവും. ഫിസിക്സിൽ ലാബ് ഉണ്ട്, കെമിസ്ട്രിയിലുണ്ട്, പിന്നെ ബയോളജിയിലും ലാബ്സ് ഉണ്ട്. +1 ഉണ്ട്, +2 ഉണ്ട്. ആൻഡ് നിങ്ങളിപ്പം ഈ ഒരു സയൻസ് സ്ട്രീം കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എൻട്രൻസ് എക്സാംസ് എന്ന് പറയുന്നത് നമുക്ക് നീറ്റിന് പ്രിപ്പയർ ചെയ്യാം. പിന്നെ JEE ഉണ്ട്, JEE മെയിനും അഡ്വാൻസ്ഡ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് B ഡിസൈനിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ വരുന്നൊരു എക്സാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ മുതൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ ഉണ്ടല്ലോ, നഴ്സിംഗ് അല്ല പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്കും നീറ്റ് മാൻഡേറ്ററി ആവാൻ പോവാണ്. അപ്പോൾ പാരാമെഡിക്കൽ ഫീൽഡിൽ പോകുന്ന ആളും എൻട്രൻസ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ +1 ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്താവണം എന്നൊരു ഡിസിഷൻ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങുക. ബിക്കോസ് നമ്മുടെ കോമ്പറ്റീഷൻ കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് കുറവുള്ളൊരു സംസ്ഥാനമാണ് കേരളം. സോ കൂടുതലായിട്ട് നിങ്ങൾ വർക്ക് ഇടുക, ചൂസ് വൈസ്ലി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നീപം പ്രവീൺ സൈനിങ് ഓഫ് ആൻഡ് ബൈ.